ചേട്ടാ നമസ്കാരം. നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ താരിഫ് ഏർപ്പെടുത്തി, പക്ഷേ ചൈനയ്ക്കെതിരെ ഏർപ്പെടുത്തിയില്ല. പക്ഷേ ട്രംപ് പറയുന്നത് ചൈന എന്റെ സുഹൃത്താണെന്നാണ്. പക്ഷേ ഈ ബ്രിക്സിലൊക്കെ വന്നതിന് ശേഷം, റഷ്യയുമായി അടുത്ത ശേഷം, ഇന്ത്യയുമായി ചൈന അടുത്ത ശേഷം ട്രംപിന് അത് വലിയ അവമതിപ്പുണ്ടാക്കുകയും ഇപ്പോ ചൈനയ്ക്ക് 100% താരിഫ് ഏർപ്പെടുത്തും എന്ന് ട്രംപ് അസന്നിഗ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ ട്രംപിനെ ചൈനയിൽ താരിഫ് ഏർപ്പെടുത്തുന്നതിൽ നിന്ന് തടയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ചൈനയിൽ നിന്ന് ട്രംപിന് ലഭിക്കുന്ന റെയർ എർത്ത് മെറ്റൽസ് ആണ്. ഈ റെയർ എർത്ത് മെറ്റൽസ് ചൈനയിൽ ഇപ്പോൾ കൊബാൾട്ട് അങ്ങനെയുള്ള മെറ്റൽസ് ഒക്കെ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, അമേരിക്ക ഡിഫൻസ് സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം. അവരുടെ ഈ പ്രതിരോധ വിഭാഗത്തെ തന്നെ നിശ്ചലമാക്കി കളഞ്ഞു ചൈന ഈ റെയർ എർത്ത് മെറ്റൽസ്, അമൂല്യ ധാതുക്കൾ അവർക്ക് കൊടുക്കാതിരുന്നപ്പോൾ. ഒന്ന് ഭീഷണിപ്പെടുത്തി നോക്കിയെങ്കിലും തരില്ല എന്ന് ചൈന പറഞ്ഞു. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ട്രംപ് കണ്ടെത്തിയ ഒരു വഴിയാണ് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ ഞങ്ങൾ എടുക്കുകയാണ്. ബലൂചിസ്ഥാൻ എടുക്കുന്നതിന് മുമ്പ് BLA തീവ്രവാദ പട്ടികയിൽപ്പെടുത്തി. അവിടെ നമ്മൾ തന്നെ വാർത്ത കൊടുത്തിരുന്നു. അവിടെ ഒരു വിമാനം നൂർഖാൻ വിമാനത്താവളത്തിൽ വന്നിറങ്ങി, C-17 ഗ്ലോബ് മാസ്റ്റർ എന്ന് പറയുന്ന ആ വിമാനം ഇപ്പോൾ അതിനകത്ത് നിന്ന് അമേരിക്കൻ ടാങ്കുകളാണ് പുറത്തേക്ക് ഉരുണ്ടത്. ഇത് BLA ലക്ഷ്യമാക്കി ചലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ നമ്മൾ തന്നെ കൊടുത്തതാണ്. അവിടെ ബലൂചിസ്ഥാനെ പിടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അവിടെ ഈ റെയർ എർത്ത് മെറ്റൽസ് ഉണ്ട് എന്നാണ് അമേരിക്ക പറയുന്നത്. തെളിവൊന്നുമില്ല, ഗവേഷണം നടത്തണം, കണ്ടെത്തണം. അപ്പൊ അതിനുവേണ്ടി പോവുകയാണ്. അപ്പൊ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പറഞ്ഞിട്ടുണ്ട്, ഇങ്ങോട്ടേക്ക് കയറി കഴിഞ്ഞാൽ വലിയ വിഷയമാവും എന്ന് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പറഞ്ഞിട്ടുണ്ട്. ഇതുവരെയാണ് സ്റ്റോറി വന്ന് നിൽക്കുന്നത്. ഇപ്പൊ ഈ ചൈനയ്ക്കെതിരെ ഈ അമേരിക്ക വളരെ ശക്തമായിട്ട് 100% ഏർപ്പെടുത്താമെന്ന് അമേരിക്കയും പറഞ്ഞിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളെ ഇന്നലെ വരെ ഭീഷണിപ്പെടുത്തിയിരുന്ന ട്രംപ് ഇന്ന് പ്ലീഡ് ചെയ്യുകയാണ്, നിങ്ങളും കൂടെ സഹായിച്ചാൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. കാരണം റഷ്യ യുക്രൈൻ യുദ്ധം കൂടെ അപ്പുറത്ത് നിൽക്കുകയാണ്. നാറ്റോ ഇടപെട്ട് കഴിഞ്ഞാൽ അത് 3ാം ലോക മഹായുദ്ധത്തിന്റെ തൊട്ടരികിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പൊ ഈ സാഹചര്യത്തിൽ ഏത് വിധേനയും ഈ ചൈനയും ഇന്ത്യയും വരിഞ്ഞു മുറുക്കി റഷ്യയെ ഒന്ന് തളയ്ക്കുക എന്നുള്ളത് ട്രംപിന്റെ ജീവൻ മരണ പോരാട്ടമായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് റെയർ എർത്ത് മെറ്റൽസ് കണ്ടെത്താൻ BLA ആണ്, അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ ആർമിയാണ് ഇപ്പൊ സമീപിച്ചിരിക്കുന്നത്. ബലൂചിസ്ഥാനിലേക്കാണ് പോയിരിക്കുന്നത്, സോറി. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇന്നലെ ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്, അവിടെ ഒരു ആഭ്യന്തര യുദ്ധം തുടങ്ങിയിട്ടുണ്ട്. അവിടെയല്ല, ബലൂചിസ്ഥാനിലല്ല, തൊട്ടപ്പുറത്ത് വസീറിസ്ഥാനിൽ ഖൈബർ പഖ്തൂൺഖയിൽ താലിബാൻ കയറി അടിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. പക്ഷെ താലിബാന്റെ വിഭാഗമായിട്ടുള്ള തെഹ്രീക്കെ താലിബാനാണ് അവിടെ ആക്രമണം നടത്തിയിരിക്കുന്നത്. പട്ടാളക്കാരൊക്കെ ചിതറിയോടി. 19 പട്ടാളക്കാരെയാണ് അവിടെ പൊട്ടിത്തെറിച്ച് ചത്തത്, കൊന്നു തള്ളിയിരിക്കുന്നത്. ഇന്ന് രാവിലെ തിരിച്ചടിച്ചു പാക് പട്ടാളം. 45 ഭീകരവാദികൾ എന്നിവർ പറയുന്ന, നമ്മൾ പോരാളികൾ എന്ന് പറയുന്ന ആൾക്കാർ അവിടെ മരണപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വലിയൊരു ആക്രമണം തുടങ്ങി. ഇപ്പൊ അസീം മുനീർ ബിന്ദ ജില്ല, അതാണെന്ന് തോന്നുന്നു, ബിന്ദ ജില്ല, സംതിങ് ലൈക്ക് ദാറ്റ്, ആ ജില്ല ഇയാളുടെ കൂടെ സാധാരണ നമ്മൾ വാർത്തയിൽ കാണുന്നത് പാക് പ്രധാനമന്ത്രി ഫീൽഡ് മാർഷലിനോടൊപ്പം സന്ദർശിച്ചു. ഇപ്പൊ അങ്ങനെയല്ല വാർത്ത കൊടുക്കുന്നവർ. അസീം മുനീറിനോടൊപ്പം പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അങ്ങോട്ട് പോയെന്നാണ് വാർത്ത കൊടുക്കുന്നത്. സംഭവം ക്ലിയർ ആണല്ലോ, എങ്ങോട്ടാണ് ഇത് പോകുന്നതെന്ന്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് എന്ന് പറയുന്നു. എന്താണ് സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ? ചൈനയും ഇന്ത്യയും ചേർന്ന് കൊടുക്കുന്ന ഒരു പണിയാണോ ഇത് അമേരിക്കയ്ക്ക് എന്നുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു ഹിന്റ് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഉയർത്തുന്നുണ്ട്. കാരണം ഇവിടെ പെട്ടെന്നൊരു ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. തെഹ്രീക്കെ താലിബാൻ ഇറങ്ങി, ഇനി അപ്പുറത്തെ BLA കൂടെ അടി തുടങ്ങിയാൽ ശുഭമായി കാര്യങ്ങൾ എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ടുള്ളൂ. എന്താണ് വിലയിരുത്തൽ, എന്താണ് തോന്നുന്നത് ഈ കാര്യത്തിൽ? അങ്ങനെ സംശയിക്കുന്നതിൽ തെറ്റില്ല. കാരണം ഇന്നലെ നമ്മൾ കണ്ടത് ഈ ട്രംപ് പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞതും യാഥാർത്ഥ്യമാണ്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഇന്ത്യയും ചൈനയും റഷ്യയോടൊപ്പം നിൽക്കുന്നിടത്തോളം കാലം, അതിൽ പ്രത്യേകിച്ച് ചൈനയ്ക്ക് റഷ്യയുടെ മേലൊരു പിടികൂടിയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഞങ്ങൾ അതായത് അമേരിക്ക മാത്രം വിചാരിച്ചിട്ടൊന്നും നടക്കില്ല. അതുകൊണ്ട് നാറ്റോ സഖ്യം, യൂറോപ്യൻ യൂണിയനും എല്ലാം കൂടെ ചേർന്നിട്ടൊരു ഉപരോധം, അല്ലെങ്കിൽ നിങ്ങൾ വലിയ താരിഫ് ചൈനയ്ക്കും ഇന്ത്യക്കുമെതിരെ അടിച്ചു കൊടുത്തേ പറ്റൂ. കാരണം സാമ്പത്തികമായി ക്ഷീണിപ്പിച്ചില്ല എങ്കിൽ പുടിൻ വർദ്ധിത വീര്യത്തോടു കൂടി ഈ യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യണമെന്ന് പറഞ്ഞു. ഏതായാലും അവർ പരിഗണിക്കുമോ ഇല്ലയോ എന്നറിയത്തില്ല. നിങ്ങളത് സ്റ്റാർട്ട് ചെയ്യാമെങ്കിൽ അപ്പോൾ തന്നെ ഞാൻ ഉപരോധം ഡിക്ലെയർ ചെയ്യും, പിന്നെ ബാക്കിയൊക്കെ ഉള്ളത് നമുക്ക് കാണാം. എന്നിട്ട് അദ്ദേഹം ഒരു ഭീഷണി കൂടി ഈ നാറ്റോ രാജ്യങ്ങൾക്ക് നൽകി. ഇല്ല എങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന ഫണ്ട് അങ്ങ് നിർത്തും എന്ന് പറഞ്ഞു. കാരണം നിങ്ങൾക്ക് തരുന്ന ഫണ്ട് നിർത്തുമെന്നുകൂടി ട്രംപ് ഒരു ഭീഷണി മുഴക്കിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ പണവും ഞങ്ങളുടെ സൈനികരെ ഒന്നും നഷ്ടപ്പെടുത്താൻ, ഞങ്ങൾ ഒറ്റയ്ക്ക് പോയിട്ട് ഞങ്ങളുടെ സൈനികരെയും ഇതൊന്നും നഷ്ടപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്കുള്ള ഫണ്ട് ഞങ്ങളങ്ങ് നിർത്തും, എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിക്കുന്നു പറഞ്ഞാൽ അവസാനത്തെ അറ്റകൈ പ്രയോഗം നടത്തി. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അതിനകത്ത് അവർ വീണയൊക്കെ വരയ്ക്കും, മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും ഒരുപക്ഷെ ഈ നാറ്റോയും ഒക്കെ. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പഴയ പോലെ അല്ല. ഇത്തവണ ഇന്ത്യ ഈ അമേരിക്കൻ ചേരിയുടെ കൂടെ അല്ല എന്നുള്ളതാണ്. ഇന്ത്യ ഒരു കാലത്ത് അമേരിക്കൻ ചേരിയുടെ കൂടെ അല്ലായിരുന്നു. ഇന്ത്യ ന്യൂട്രലായിട്ട് പോലും അല്ല ഇപ്രാവശ്യം നിൽക്കുന്നത്. കാരണം ഇന്ത്യ ഇതിനെ എതിർക്കുന്നു. ഇന്ത്യ ഒരു മാസം മുമ്പ് പറഞ്ഞ എന്താണ്? റഷ്യക്ക് മേലുള്ള ഉപരോധം ഏകപക്ഷീയമാണ്, ഏകപക്ഷീയമായിട്ടുള്ള ഒരു ഉപരോധവും ഞങ്ങൾ അംഗീകരിക്കത്തില്ല. ഇന്നലെ ചൈനയും സമാനമായ രീതിയിൽ പറഞ്ഞു. ചൈന പറഞ്ഞത് ഉപരോധവും താരിഫ് യുദ്ധവും കൊണ്ട് വന്നാൽ ഈ പ്രശ്നം കൂടുതൽ വഷളാകാനേ ഉപകരിക്കൂ, ഇത് ഒരു നടക്കൊന്നും പോകുന്ന പ്രശ്നമല്ലെന്ന് ചൈനയും പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ രണ്ടുപേര് പറഞ്ഞത് ഒരു കാര്യമാണ്. ഇവിടെയാണ്
ഒരു യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതകൾ എല്ലാവരും കാണുന്നത്. ഇവിടെ പാകിസ്ഥാനെ ഒരു മെയിൻ ഒരു ഇത് ലക്ഷ്യമായിട്ട് തന്നെ ആയിരിക്കും അമേരിക്ക കാണുന്നത്. അതിനെ വെച്ചുകൊണ്ടായിരിക്കും ഇന്ത്യക്കെതിരെ ഒരു യുദ്ധത്തിന് കോപ്പ് കൂട്ടുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ നേപ്പാളിന്റെ സ്ഥിതി നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അവിടെ എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമുക്ക് അറിയില്ല എങ്കിൽ പോലും അമേരിക്ക അവിടെ വന്ന് കയറും എന്നുള്ളതല്ല പറഞ്ഞത്. അതിന് യാതൊരു സാധ്യതയും നിലവിലില്ല. അതിന് കയറാൻ ഇന്ത്യയും അനുവദിക്കില്ല, ചൈനയും അനുവദിക്കില്ല. അത് മറ്റൊരു സത്യം. പക്ഷേ ഭീകരവാദികളുടെയൊക്കെ ഒറ്റതിരിഞ്ഞൊക്കെയുള്ള ഭീകരവാദികളെ കടത്തിവിടാനൊക്കെ ഒരു വേ ആയിട്ട് നേപ്പാൾ ഒരു പക്ഷേ ഉപയോഗിച്ചേക്കാം അതിൻ്റെ അതിർത്തികൾ. മറ്റൊന്ന് ബംഗ്ലാദേശാണ്. അവിടെ അതിർത്തിയിൽ ഒരു ക്ലാഷ് ഉണ്ടാക്കുക, ഉണ്ടാക്കിയിട്ട് ഇന്ത്യയുടെ ഇത് ചെയ്ത്. കാരണം അമേരിക്കയുടെ മനസ്സിൽ ഈ മ്യാൻമാർ ഉണ്ട്. മ്യാൻമാറിൽ കടന്നു കയറി കഴിഞ്ഞാൽ അവിടെ ഈ റെയർ എർത്തിന്റെ ഒരു വലിയ ശേഖരമുണ്ട്. ചൈനീസ് കമ്പനികൾ അവിടെ നിന്നാണ് ഈ റെയർ മെറ്റൽസ് കൂടുതലായി കൊണ്ടുപോകുന്നത്. ഇപ്പൊ ഇന്ത്യൻ കമ്പനികൾ അവിടെ പോയിട്ടുണ്ട് ഖനനത്തിന് വേണ്ടിയിട്ട്. ഇത് നമ്മൾ മുമ്പ് റിപ്പോർട്ട് ചെയ്ത് ചർച്ച ചെയ്തതുമായിട്ടുള്ള കാര്യമാണ്. അപ്പം ഇതൊന്നുണ്ട്. അപ്പം അമേരിക്കയെ സംബന്ധിച്ച് ഒരുപാട് മോഹമുണ്ട്. ബലൂചിസ്ഥാൻ കിട്ടിയാലും അവരുടെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയും. അങ്ങനെ ഏതാണ്ട് ബലൂചിസ്ഥാൻ പൂർണ്ണമായി തന്നെ പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് തീരെഴുതി കൊടുത്തു. ഇത് അർദ്ധത്ത് മുതലാണ് ചൈന ഇതിൽ നിന്നെല്ലാം പിന്മാറി തുടങ്ങുന്നത്. ഇവിടെ ഒരു ആഭ്യന്തര അതായത് ഒരു എല്ലായിടത്തും എന്താ പറയുക, നമ്മൾ വെടിമരുന്ന് നിറച്ച് വെക്കുക എന്ന് പറയില്ലേ, അതിന് സമാനമായ ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. ഈ നേപ്പാളിൽ പിന്നിൽ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ആണ് എന്ന് പറയുമ്പോൾ അതിന് സമാനമായ സംഭവം തന്നെയാണ് പാകിസ്ഥാനിൽ നടക്കുന്നത്. ഈ ഖൈബർ പഖ്തൂൺ മേഖല നമുക്കറിയാം. ബലൂചിസ്ഥാൻ കഴിഞ്ഞ കുറെ നാളായി കത്തിക്കൊണ്ട് നിൽക്കുമ്പോഴും ഖൈബർ പഖ്തൂൺ മേഖലയിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. ഇപ്പോൾ അതായത് എനിക്ക് തോന്നുന്നു ഒരു മാസം മുമ്പ് നമ്മൾ ഇവിടെ നിന്ന് ചർച്ച ചെയ്തൊരു വിഷയം ഉണ്ടായിരുന്നു. ഖൈബർ പഖ്തൂൺ മേഖലയിലെ POK അടക്കം ഈ തെഹ്രീക്കെ താലിബാന്റെ ഭീകരർ ബന്ധം പഠിക്കുന്നു എന്നുള്ളത്. അവർ പാകിസ്ഥാനെതിരെ പോരാട്ടം നടത്തുന്നവരാണ്, പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യുന്നവർ. നമ്മൾ തന്നെ ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. പാക് അധിനിവേശ കാശ്മീരിൽ, അതായത് ഇവരുടെ കയ്യിലിരിക്കുന്ന ഖൈബർ മേഖലയിൽ മുഴുവൻ അവർ തമ്പടിച്ചിരിക്കുന്നു. വലിയ രീതിയിലുള്ള ഒരു അറ്റാക്ക് വരും. ഇവിടെ ഇപ്രാവശ്യത്തെ ഇതിനൊരു പ്രത്യേകത ഒരുപക്ഷെ ഉണ്ടാകാം. ചൈനയുടെയോ മാനസികമായിട്ടില്ല, ചൈനയുടെ ഇന്ത്യയുടെ കൂടെ ഒരു സപ്പോർട്ട് ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് തെഹ്രീക്കെ താലിബാനും കൂടെ കിട്ടുന്നുണ്ടാകാം എന്ന് വേണം നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിനെ ഒരു ആഭ്യന്തര കലഹമായിട്ട് തന്നെ കണക്കാക്കേണ്ടി വരും. ഏതായാലും ട്രംപിന്റെ താരിഫ് യുദ്ധം അത് നാറ്റോയെ കൂട്ടുപിടിച്ചാലും യൂറോപ്യൻ യൂണിയനെ കൂട്ടുപിടിച്ചാലും അത് അംഗീകരിക്കില്ല, അല്ലെങ്കിൽ ഉപരോധം അംഗീകരിക്കില്ലെന്ന് ഇന്ത്യ ആദ്യം തന്നെ പറഞ്ഞതാണ്. പരസ്യമായി തന്നെ ഇന്ത്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു, ഏകപക്ഷീയമായ ഒരു ഉപരോധം ഞങ്ങൾ റഷ്യക്കെതിരെ അനുവദിക്കില്ല, ഞങ്ങൾ അംഗീകരിക്കില്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ സമാനമായി ചൈനയും അത് തന്നെയാണ് പറയുന്നത്. ഏതായാലും ട്രംപിന്റെ മുമ്പിൽ ഇനിയുള്ള വഴി അത് മാത്രമാണ്. ഒരു ഉപരോധം പ്രഖ്യാപിച്ച് തടിയൂരുക എന്നുള്ളത് മാത്രമാണ്. ഇനി അതല്ല, താരിഫിൻ ഈ പിഴച്ചുങ്കം, ഇന്ത്യയെ സംബന്ധിച്ച് താരിഫല്ല, പിഴച്ചുങ്കമാണ് 25% അധികമായി കൊണ്ടുവന്നിരിക്കുന്നത്. അത് കുറയ്ക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു വഴി വേണം. ആ വഴിക്ക് വേണ്ടിയിട്ടാണ് പുള്ളി ഈ വ്യാപാര കരാർ എന്ന് പറയുന്നത്. അങ്ങനെ വെറുതെ ഒപ്പിട്ട് പോവില്ല വ്യാപാര കരാർ. അത് വ്യാപാര കരാർ ഒപ്പിടണമെങ്കിൽ കുറഞ്ഞ പക്ഷം 1 ലിറ്റർ ക്രൂഡ് ഓയിലെങ്കിലും കുറച്ച് റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങണം. അങ്ങനെയാണെങ്കിൽ ട്രംപിന് ചെറുതായിട്ട്, നിലവിലത്തെ സാഹചര്യത്തിൽ അതുമില്ല. എന്തായാലും ഈ സെപ്റ്റംബർ മാസമില്ല, ഈ മാസം 30% അധികം ക്രൂഡ് ഓയിൽ വാങ്ങാനുള്ള തീരുമാനം നമ്മൾ എടുക്കുകയും അത് വാങ്ങാനുള്ള ഓർഡർ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ആ എണ്ണ തീരുന്ന മുറക്കെങ്ങാനും കുറച്ചെങ്കിലേ ഉള്ളൂ. അത് തന്നെയല്ല, റഷ്യയുടെ ഒരു പ്രതിനിധി കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഈ ഉത്സവ സീസൺ പ്രമാണിച്ചോ ചിലപ്പോൾ സാഹചര്യം, കാരണം റഷ്യയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട 2 രാജ്യങ്ങൾ ഇന്ത്യയും ചൈനയുമാണ് അവരുടെ പ്രധാനപ്പെട്ട ഓയിൽ വാങ്ങുന്നത്. അപ്പോൾ തരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു ഉപരോധത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യ അവിടെയാണ് ഇന്ത്യയുടെ മറ്റൊരു കണ്ണ്. ഇതൊരു ഉപരോധത്തിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ ഇവരുടെ എണ്ണ കൂടുതലും വില കുറച്ച് വാങ്ങുന്ന ഒരു രാജ്യം ഇന്ത്യയായിട്ട് മാറും. ഇപ്പൊ കുറേയൊക്കെ തുർക്കി കൊണ്ടുപോകുന്നുണ്ട്, മറ്റു പലരും കൊണ്ടുപോകുന്നുണ്ട്. യൂറോപ്യൻ യൂണിയൻകാർ $1.1 ബില്യൺ ക്രൂഡ് ഓയിൽ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അവരെല്ലാം ഉപരോധം പ്രഖ്യാപിക്കുകയാണെങ്കിൽ പിന്നെ എണ്ണ മിച്ചം വരുന്നില്ലേ? അത് ഇന്ത്യക്ക് പിന്നെയും ഡിസ്കൗണ്ട് കിട്ടും. ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ലോട്ടറിയാണത്. ചെറിയ റിസ്ക് ആയിരിക്കും കൊണ്ടുവരാനായിട്ട്. അങ്ങനെ യുദ്ധ സമാനമായ ഒരു അന്തരീക്ഷത്തിൽ കൊണ്ടുവരാൻ റിസ്ക് ആണെങ്കിൽ പോലും അത് അവർ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞല്ലോ. റഷ്യ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ എണ്ണ എത്തിച്ചു തരാമെന്ന് പറയുന്നുണ്ട്, സേഫായിട്ട് ഞങ്ങൾ എത്തിച്ചു തരാമെന്നും കൂടി പറയുമ്പോൾ അത് ഇന്ത്യയെ സംബന്ധിച്ച് ലാഭകരം തന്നെ, ഒന്നുകൂടെ ലാഭകരം തന്നെയാണത്. കാരണം നമ്മളിപ്പോൾ ഈ എണ്ണ നമ്മുടെ ആഭ്യന്തര ഉപയോഗത്തിന് മാത്രമല്ല എടുക്കുന്നത്, നമ്മളത് ശുദ്ധീകരിച്ചിട്ട് സിംഗപ്പൂരും ഒക്കെ നമുക്ക് വലിയ റിഫൈനറികളുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മൾ ശുദ്ധീകരിച്ച് പല രാജ്യങ്ങളിലേക്ക് അത് കയറ്റുമതി ചെയ്യുന്നുമുണ്ട്. അങ്ങനെ പോകുന്നു അതിൻ്റെ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് പറയണമെങ്കിൽ നമുക്ക് ജമ്മാൻ ജ്വല്ലറി ആയിരുന്നു പിന്നെ അമേരിക്കയിലേക്ക് കയറ്റിവിടുന്ന നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കയറ്റുമതി. ഏതാണ്ട് $10 ബില്യൺ കച്ചവടം ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇല്ല, അത് കയറ്റുമതി ചെയ്യുന്നില്ല. ഇപ്പൊ പുതിയ ലേറ്റസ്റ്റ് വരുന്ന വാർത്ത, അത് നമ്മളിപ്പോൾ സൗദി അറേബ്യയിലേക്ക് ആ ഒരു ബിസിനസ് മാറ്റുകയാണെന്നുള്ളത്. നിലവിൽ നമുക്ക് 15.5 കോടി രൂപയുടെ ജംസാൻ ജ്വല്ലറിയാണ് നമ്മൾ സൗദി അറേബ്യ ആയിട്ടുള്ള കച്ചവടം. നമ്മൾ അത് കൂട്ടാൻ പോകുന്നു. കാരണം സൗദി അറേബ്യ ഒരു വലിയ വിപണിയാണ് ഈ ഗോൾഡിന്റെ. 15.5 നിലവിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ഈ ജംസാൻ ജ്വല്ലറി കയറിപ്പോയിക്കൊണ്ടിരുന്ന അമേരിക്കയിലേക്കായിരുന്നു. അപ്പൊ ആ വിപണി കഴിഞ്ഞപ്പോഴത്തേനും ആ വിപണി ഇപ്പൊ കൂടുതലാക്കാൻ പോകുന്നു. അപ്പോ അതായത് വളരെ കുറഞ്ഞ ഒരു അളവിലുള്ള ഒരു കച്ചവടം മാത്രമായിരുന്നു നമുക്ക് സൗദി അറേബ്യയായിട്ട് നമുക്ക് ഗോൾഡിലുണ്ടായിരുന്നു. അപ്പം അതിപ്പോ കൂട്ടുകയാണ് നമ്മൾ.
കൂട്ടിയിട്ട് നമ്മൾ ഏതാണ്ട് ഒരു നല്ല ശതമാനത്തിൽ, അതായത് അമേരിക്കയിൽ നമുക്ക് പോയിരുന്ന ശതമാനം, നമ്മുടെ കയറ്റുമതിയുടെ 30% ജമ്മൻ ജുവലേഴ്സ് പോയിക്കൊണ്ടിരുന്ന USA-ലായിരുന്നു. അത് ഇപ്പം എന്തായാലും പൂർണ്ണമായിട്ട് നിന്നു. അപ്പോൾ അത്രയും ശതമാനം, ആ 30% നേരെ ഇങ്ങോട്ടേക്ക് കയറ്റിവിടുക എന്നുള്ളതാണ്. സൗദിയുമായിട്ട് ഡീൽ ഉണ്ടായിക്കൊണ്ട് കയറ്റിവിടുക. സൗദിയും നമ്മളുമായിട്ട് ഒരുപാട് കരാറുകളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു വമ്പൻ കരാറിന് പോകുന്നതിന് തൊട്ട് മുമ്പായിരുന്നു പഹൽഗാമിലെ ഭീകരാക്രമണം. അതും ട്രംപ് പ്ലാൻ ചെയ്തതാണോ എന്ന് എനിക്ക് ഇപ്പോഴും സംശയമുണ്ട്. കാരണം ആ ഒരു കരാർ ഒപ്പുവെക്കരുത് എന്ന് കരുതിക്കൊണ്ട് ഒരുപക്ഷെ ആ ഒപ്പുവെക്കുന്ന ദിവസം തന്നെ, ഒപ്പുവെക്കാൻ തീരുമാനിച്ചിരുന്ന ദിവസത്തിന്റെ തലേദിവസം തന്നെയാണ് പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയത്. അതും ഒരു പ്ലാനിങ് ആയിരുന്നു എന്ന് സംശയമുണ്ട്. ഏതായാലും ബ്രഹ്മോസ് ഉൾപ്പെടെ സൗദി അറേബ്യ നമ്മളുമായിട്ട് ചില കരാറുകളും എത്തിയിട്ടുണ്ട്. നമ്മളോട് വലിയ വലിയ ബിസിനസ് കരാറാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മളോടൊരു വമ്പൻ ഡീൽ ഒപ്പിടുന്നതിന് വേണ്ടിയിട്ടാണ് അന്ന് ശ്രീമാൻ നരേന്ദ്രമോദി സൗദി ചെന്നത്. അവർ ഒരു ഗംഭീര സ്വീകരണമാണ് സൗദി ഒരുക്കിയിരുന്നത്. മനുഷ്യന് ഓർമ്മയുണ്ടാകും, അവരുടെ ഈ ഫൈറ്റർ ജെറ്റുകളൊക്കെ വന്നിട്ട് ഈ ആകാശത്ത് വെച്ച് തന്നെ സ്വീകരിച്ചുകൊണ്ട് പോകുന്ന നടന്ന് നരേന്ദ്രമോദി അത് വെട്ടിച്ചുരുക്കി പെട്ടെന്ന് തിരിച്ചു വന്നത്. അതും എനിക്ക് തോന്നുന്നു ട്രംപിന്റെ ബുദ്ധിയിലായിരിക്കും. കാരണം അതവിടെ നടക്കരുത്, അത് കലക്കുക എന്ന് വേണമെങ്കിൽ നമുക്ക് സംശയിക്കാം. ഒരു കോൺസ്പിറസി തിയറി പോലെ നമുക്ക് സംശയിക്കാം. ഇത് നമ്മുടെ തലയിൽ വന്ന ആശയമാണ്, ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് അറിയുകയില്ല. വേണമെങ്കിൽ അങ്ങനെ സംശയിക്കാം. പക്ഷെ ഏതായാലും നമ്മൾ അങ്ങനെ നല്ലൊരു ബന്ധം സൗദി അറേബ്യയായിട്ട് ഉണ്ട് നമുക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നു. നമ്മുടെ ബിസിനസ് ഇപ്പോൾ പല വഴികളിലേക്ക്, എന്തായാലും പെട്ടെന്ന് ഒരു സ്റ്റക്ക് വരുന്നതല്ലല്ലോ. ഇപ്പൊ കിറ്റക്സ് സാബുവിന്റെ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് ഇത് നേരത്തെ അറിയാമായിരുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങൾ വലിയ രീതിയിലൊന്നും പ്രൊഡക്ഷൻ ഒന്നും നടത്തി വെച്ചിട്ടൊന്നുമില്ല നഷ്ടം വരാനായിട്ട്. ഞങ്ങൾക്ക് അല്ലാതെ ഈ സ്റ്റോക്ക് കണക്കിന് ഒന്നും ഞങ്ങൾ അടിച്ച് വെച്ചിട്ടൊന്നുമില്ല അങ്ങോട്ട് കൊടുക്കാൻ. അപ്പോൾ ഞങ്ങൾ അതിനനുസരിച്ചിട്ട് തന്നെയാണ് പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ടിരുന്നത്. കാരണം ഇത് എപ്പോഴെങ്കിലും ഒന്ന് വരുമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും ചൈനയും ഇന്ത്യക്ക് പിന്നാലെ ചൈനയും ഇത് അംഗീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല കുറച്ചുകൂടി ടൈറ്റ് ആകുകയാണ് ചെയ്യുന്നത്. ട്രംപ് എന്താണോ പറയുന്നത് അതേ നാണയത്തിൽ തന്നെ മറുപടി കൊടുക്കുകയാണ് ചൈനയും ചെയ്തിരിക്കുന്നത്. ഇന്ത്യ ആദ്യം തന്നെ പറഞ്ഞു ഞങ്ങൾ അംഗീകരിക്കത്തില്ല ഉപരോധമൊന്നും. പിന്നെ ഈ ഉപരോധം കൊണ്ട് എങ്ങനെ മുമ്പോട്ട് പോകുന്നു? കാരണം പഴയതുപോലെ ഉപരോധമൊന്നും അമേരിക്കയുടെ എങ്ങും ഏക്കില്ല. കൊച്ചു കൊച്ചു രാജ്യങ്ങളിൽ പോലും അത് ഏക്കുന്നില്ല. അതിനേക്ക് അതിജീവിച്ച് എത്രയോ രാജ്യങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പം ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം, ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ഇനി അടുത്തത് എന്നുള്ളൊരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. ഇതിനിടയിലാണ് ബലൂചിസ്ഥാനോട് ചേർന്ന് കുറച്ചു നാളായിട്ട് ശാന്തതയിൽ കിടന്നിരുന്ന ഖൈബർ പഖ്തൂൺ മേഖലയിൽ വീണ്ടും വളരെ ശക്തമായിട്ട് തന്നെയുള്ള ആക്രമണം ആരംഭിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അഫ്ഗാനിസ്ഥാനുമായിട്ട് ഇന്ത്യക്കും ചൈനയ്ക്കും ഇപ്പോൾ നല്ല അടുത്ത ബന്ധമുണ്ട്. ഇന്ത്യക്ക് വളരെ അടുത്ത ബന്ധമുണ്ട്, അപ്പോൾ തന്നെ ചൈനയ്ക്കും അടുത്ത ബന്ധമുണ്ട്. അതുവഴി ഓപ്പറേറ്റ് ചെയ്യുന്നതാണോ അല്ലയോ എന്നും നമുക്കറിയില്ല. ഏതായാലും ആകപ്പാടെ ഇനി ആകെ വേണ്ടത് ഒരു ചെറിയ തീപ്പൊരി മാത്രമാണ്. അത് എവിടെ എപ്പോൾ റഷ്യ തന്നെ തിരി കൊളുത്തുമോ അതോ മറ്റെവിടെങ്കിലും ആ തിരി പൊട്ടുമോ എന്നറിയത്തില്ല. ഇപ്പോൾ സ്വാഭാവികമായി തന്നെ പാകിസ്ഥാന്റെ ബോർഡറിൽ ഒരു അടി നടന്നാലും അത് ഈ ഇപ്പോഴത്തെ കണ്ടീഷനിൽ അതൊരു ലോകമഹായുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. റേഞ്ച് മാറും ഇപ്പോഴത്തെ ഒരു അടി. കാരണം ചൈന വളരെ കരുതലോടെ കാത്തിരിക്കുന്ന ഒരു വലിയ ഒരു ചാൻസ് ഉണ്ട്. അവരൊരു ശുഭമുഹൂർത്തത്തിന് കാത്തിരിക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ തായ്വാൻ ക്യാപ്ചർ ചെയ്യുക, അത് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അത് എവിടെങ്കിലും ഒന്ന് അടി പൊട്ടിയാൽ അവർ ആദ്യം ചെയ്യുന്ന പണി അത് തന്നെയായിരിക്കും. അവരുടെ ലക്ഷ്യം മുഴുവൻ അതാണ്. ഈ പറയുന്ന ഷീ ജിൻപിങ്ങിനെ സംബന്ധിച്ച് അദ്ദേഹം 2027 റിട്ടയർഡ് ചെയ്യും, അദ്ദേഹത്തിന് കാലാവധി തീരും. അദ്ദേഹത്തിന്റെ ഒരു പ്രതിജ്ഞയാണ് ഞാൻ ഇറങ്ങും മുമ്പ് തായ്വാൻ കൂട്ടിച്ചേർക്കുമെന്ന്. ഇന്ത്യക്ക് അതിനകത്ത് വിരോധമൊന്നുമില്ല. കാരണം ഇന്ത്യ അതിനെ ഒരു സ്വതന്ത്ര രാജ്യമായിട്ടൊന്നും അംഗീകരിച്ചിട്ടില്ല. അത് ചൈനയുടെ പ്രവിശ്യമായിട്ട് തന്നെയാണ് നമ്മൾ അംഗീകരിച്ചിരിക്കുന്നത്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. വരും മണിക്കൂറുകൾ ഇല്ലെങ്കിൽ വരും ദിവസങ്ങളൊക്കെ വളരെ നിർണായകമാണ് ട്രംപിന്റെ ഓരോ നീക്കം. പക്ഷെ ട്രംപിനെ ഇപ്പൊ ഞാൻ കാണുന്നത് പഴയ ഊർജ്ജസ്വലത അദ്ദേഹത്തിന് കാണുന്നില്ല. ഒരു ക്ഷീണം അദ്ദേഹത്തിന് തട്ടിയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ കൂടെ നിൽക്കുന്നവരുടെ ഒരു നിസ്സംഗതയായിരിക്കണം ഒരു പക്ഷേ അത്. പഴയതുപോലെ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാറ്റോയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഒക്കെ ചാടി കൂടെ നിൽക്കുന്ന ആ ഒരു രീതിക്ക് മാറ്റം വന്നിട്ടുണ്ട്. അത് പുള്ളിയെ മാനസികമായിട്ട് തകർക്കുന്നുണ്ട്. പുള്ളി പിടിച്ചെടുത്തൊന്നുമല്ല. അതാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു കുറ്റസമ്മതമൊക്കെ നടത്തിയത്. ഇന്ത്യക്ക് നേരെ ഉപരോധം ഈ താരിഫ് അല്ലാതെ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു, അത് ചെയ്ത് തെറ്റായി പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, അതല്ലാതെ വേറെ വഴിയില്ലാതായി പോയി എന്നൊക്കെ അദ്ദേഹം പറയാനുണ്ടായ കാരണം അതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ട്രംപിന് ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം അതിനും മാത്രമുള്ള കുരുക്കുകൾ അദ്ദേഹം തന്നെ ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞു. അവിടെയാണ് പ്രശ്നം. കാരണം മറ്റുള്ളവർ നോക്കിക്കൊണ്ടിരുന്നതാണ്. കാരണം ഞാൻ ചില ഇന്റർനാഷണൽ മീഡിയാസ് ഒക്കെ കാണുമ്പോൾ അതിനകത്ത് അവർ പറയുന്ന കാര്യം ഇത് വളരെ നേരത്തെ തന്നെ ബ്രിക്സ് രാജ്യങ്ങളും മറ്റും പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ്. ഈ അമേരിക്കക്കെതിരെ ഈ ഡോളറിനെതിരെ ഒരു വലിയ മൂവ്മെന്റ് നടത്തണമെന്ന്. അതിനുള്ള വഴിമരുന്ന് ട്രംപ് അറിഞ്ഞോ അറിയാതെ ഇട്ടുകൊടുത്തു. ഇപ്പോൾ അവർ കരുതുന്നത്, ഈ ബ്രിക്സ് രാജ്യങ്ങളടക്കമുള്ളവർ കരുതുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലും വലിയൊരു ചാൻസ് ഇനി കിട്ടാനില്ല. നമ്മളുടെ ഐഡിയകൾ നടപ്പാക്കാൻ, ഇല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നടപ്പാക്കാൻ ട്രംപിനേക്കാളും വലിയൊരു കാലഘട്ടം ഇനി കിട്ടാനില്ല എന്നാണ് അവരുടെ ഒരു നിഗമനം ഇപ്പോൾ പോയിരിക്കുന്നത്. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുണ്ട് ബ്രിക്സിൽ ഇപ്പോൾ. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും അതിന്റെ മുഴുവൻ കാര്യങ്ങളും മാറാനുള്ള സാധ്യത. അതാണ് ഞാൻ പറഞ്ഞത്, ട്രംപ് എന്താണ് ഈ നായര് പിടിച്ച പുലിവാലെന്നൊക്കെ പറഞ്ഞൊക്കെ ട്രംപ് പിടിച്ച പുലിവാലെന്നൊക്കെ പറയേണ്ടി വരും. വിടാനും വയ്യ, വിട്ടാ കടിക്കും, വിടാതിരിക്കാനും പറ്റുന്നില്ല. അതാണ് അവസ്ഥ ഇപ്പോൾ.